വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നല്ല നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല തേങ്ങാപ്പാലും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട് വെച്ച നല്ല നാടൻ ചിക്കൻ കറി. അപ്പൊ നമുക്ക് ഈ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 750 ഗ്രാം ചിക്കനാണ്. തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 750 ഗ്രാം ചിക്കൻ വേണം. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ്. ഒരു 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുറിച്ചിരിക്കുന്നതാണ്. പിന്നെ വലിയ ഉള്ളി നല്ല തിന്നായിട്ട് അരിഞ്ഞിരിക്കുന്ന വലിയ ഉള്ളി ഒരു 2 എണ്ണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 5 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ. പിന്നെ ആവശ്യമായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരു ചെറിയ കഷ്ണം ഇതുപോലെ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു 3 ഏലക്ക, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, ഒരു 3 ഗ്രാമ്പു, പിന്നെ തേങ്ങാപ്പാൽ ഒരു 1.5 കപ്പ് 2ാം പാൽ, 1 കപ്പ് 1ാം പാൽ. നമുക്ക് ആദ്യം നമ്മുടെ സ്പൈസസ് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. എപ്പോഴും നമ്മൾ കറിയിൽ സ്പൈസസ് ഇടുന്ന സമയത്ത് അത് ചൂടാക്കി പൊടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫ്ലേവർ കിട്ടുള്ളൂ. പച്ചയ്ക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല മണവും രുചിയും കിട്ടണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. വെണ്ണയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതാ അത്യാവശ്യം ചൂടായി. ഇനി നമുക്കിത് വാങ്ങി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ നന്നായിട്ട് കുറച്ചിട്ട് വേണം പൊടികൾ ചൂടാക്കി എടുക്കാൻ. പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. എണ്ണ ഒട്ടും ചേർക്കുന്നില്ല. പൊടി നന്നായിട്ട് കരിഞ്ഞു പോയത്. കരിഞ്ഞു പോയ കറിയുടെ ടേസ്റ്റ് മാറി. അപ്പോൾ പൊടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ നമുക്കറിയാം നല്ലൊരു മണം വരും. ഈ പൊടി മസാലയുടെ നല്ലൊരു മണം. അപ്പം തന്നെ പാനിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യണം. പാനിൽ തന്നെ സൂക്ഷിക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ നന്നായിട്ട് പൊടി മൂത്ത് വന്നു. നമുക്കിത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റിയിട്ട് നന്നായി തണുത്തിട്ട് നമുക്ക് ചിക്കനിൽ പുരട്ടി വെക്കാം. അപ്പോൾ ഇതാ മസാല ചിക്കനിൽ ചേർത്തു. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് മിക്സ് ആയിട്ട് ഒരു 1/2 അവർ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഒരു ഇടത്തരം തീയിൽ വെച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ തരം ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി വേഗം വഴന്ന് കിട്ടും. ഇനി കുറച്ച് തീ കൂട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമണം മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഞാൻ നേരത്തെ ഒരാളെ പറയാൻ വിട്ടുപോയി, നമ്മുടെ പ്രിയപ്പെട്ട കറിവേപ്പില. കറിവേപ്പില ഇല്ലെങ്കിൽ പിന്നെ മലയാളിക്ക് എന്ത് കറിയല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ കറിവേപ്പില 1-2 സ്പ്രിഗ്. ഞാൻ പൊതുവേ കറിവേപ്പില കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളിയെല്ലാം കളർ മാറി നല്ലൊരു കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ മസാല ഒക്കെ പുരട്ടി മറിനേറ്റ് ചെയ്ത് വെച്ച് 30 മിനിറ്റ് മുമ്പേ മറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്തു. ഇനി ചിക്കൻ നമുക്ക് ചെറിയ തീയിലെല്ലാം, ഞാൻ ഇടത്തരം തീയിലാണ് ചെയ്യുന്നത്. ഒന്ന് ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കട്ടെ. ഇനി ഇതിലേക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമ്മൾ ചിക്കൻ്റെ കളർ ഇങ്ങനെ വൈറ്റായിട്ട് ടേൺ ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇടത്തരം തീയിൽ വേണം കുക്ക് ചെയ്യാൻ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ അതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ.
അപ്പൊ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ കുറവാണ്, ചിലപ്പോൾ 1/4 തേങ്ങയ്ക്ക് ഇത്ര പാല് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 1/2 കപ്പ്, ഇപ്പൊ ചിക്കൻ വേവാൻ ആവശ്യമായ പാലില്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ട് എടുത്താലും മതി. അപ്പൊ നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഈ ചിക്കൻ ഒരു 1/4 വേവാവുന്ന സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇടത്തരം തീയിലേ വേവിക്കാവുള്ളൂ. തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട്. അപ്പൊ ഇതാ ചിക്കൻ ഇടത്തരം വേവായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അപ്പോഴേക്കും ചിക്കനും കറക്റ്റ് വേവാവും. ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് നേരത്തെ ചിക്കൻ്റെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും, നാട്ടിൽ എനിക്കറിയില്ല, ഇവിടുന്ന് മിക്കവാറും കിട്ടുന്ന ഉരുളക്കിഴങ്ങ് എല്ലാം പെട്ടെന്ന് തന്നെ വന്ന് കുഴഞ്ഞു പോകും. അങ്ങനെയാകുമ്പോൾ ഈ കറിക്ക് ഒരു രുചി ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് ഒരു ഇടത്തരം തീയില ഒന്നുകൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനും പൊട്ടറ്റോയും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ. നമ്മൾ ആദ്യം 2-ാം പാൽ ചേർത്താണ് ഈ ചിക്കൻ വേവിച്ചെടുത്തത്. ഇനി നമുക്കിതിൽ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പും കുറച്ചധികം, 1.25 കപ്പ് തികയില്ല ഉള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാം. നമ്മൾ കറിയിൽ തേങ്ങാപ്പാൽ ചേർത്തു. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ കറി തിളയ്ക്കാൻ പാടില്ല. 2-ാം പാലിൽ കറി തിളച്ചാൽ കുഴപ്പമില്ല, പക്ഷെ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ കറി തിളയ്ക്കരുത്. എന്താന്ന് വെച്ചാൽ തേങ്ങ പിരിഞ്ഞു പോകും. അപ്പം നമുക്കിത് തുറന്ന് വെച്ച് ഇടത്തരം തീയിലൊന്ന് വേവിച്ചെടുക്കാം. ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഗരം മസാല പൊടിച്ചു വെച്ചിരിക്കുന്ന, നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഏറെക്കുറെ ആയി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന, നേരത്തെ നമ്മൾ വറുത്ത് പൊടിച്ച മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുത്തു. ഗരം മസാല ചേർത്ത് കൊടുത്ത് നമുക്ക് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചിടണം. അപ്പോൾ നമുക്ക് ഈ കറി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കറി. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറുത്തിടാം. ആദ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1-2 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു 1 സ്പ്രിഗ് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഗോൾഡനായി വറുത്തെടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളി നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട്, കരിഞ്ഞു പോകരുത് കേട്ടോ. നമുക്കിത് നല്ല ഗോൾഡൻ ആയിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കറി ഇങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് അടച്ചു വെക്കാം. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ ഒക്കെ നല്ലൊരു കറിയാണ്. അപ്പത്തിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, ഭയങ്കര രുചിയാണ്. അപ്പം അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.